ഏക സിവിൽ കോഡ് ആണ് അടുത്ത ബിജെപിയുടെ ലക്ഷ്യം. ഏക സിവിൽ കോഡ് ആർക്കെതിരായിട്ടാണ് ലക്ഷ്യം വെക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് ലക്ഷ്യം വെക്കാൻ പോകുന്നതും മുസ്ലിങ്ങൾക്കെതിരായിട്ട്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന ബിൽ നമ്മൾ സംശയിക്കുന്നു യൂണിഫോം സിവിൽ കോഡും കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഈ രാജ്യത്ത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധികാരം ഉപയോഗിച്ച് ഒരു ജനവിഭാഗത്തെ പൂർണ്ണമായി ഉന്മൂലനാശം ചെയ്യുക, അവരെ ഐസൊലേറ്റ് ചെയ്യുക, അവരെ ഇറാഡിക്കേറ്റ് ചെയ്യുക, അവരെ പൂർണ്ണമായി ഇവിടുന്ന് അട്ടിയോടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്ന ഒരേ ഒരു വർഗമേ ഉള്ളൂ, അത് RSSഉം BJPയുമാണ്. അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? ഈ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭരിക്കുന്ന മോദി ആയിരുന്നാലും അമിത്ഷാ ആയിരുന്നാലും അവർ നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും അവരുടെ കൽപ്പനകളും നടപ്പാക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുക. പക്ഷെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കണം, ഇന്ത്യക്കൊപ്പം തന്നെ ജനാധിപത്യ റിപ്പബ്ലിക്കായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഭരണഘടന അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, അതുപോലെ ബർമ്മ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നു, കോടതികൾ ഭരണത്തിൽ ഇടപെടുന്നു, പ്രധാനമന്ത്രിമാർ പുറത്താകുന്നു, ജയിലിൽ പോകുന്നു, അതുപോലെ പ്രസിഡന്റിനെ അട്ടിമറിക്കപ്പെടുന്നു. എന്തിനധികം പറയുന്നു, നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചു ദ്വീപായ മാലിദ്വീപിൽ പോലും, മാലിദ്വീപ് അല്ലെ ഗോവൻ, കൊച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള മാലിക്കാരുണ്ടല്ലോ, ആ മാലിദ്വീപിൽ പോലും ഐലൻഡാണേ, വെറും ഒരു 10, 15, 10, 50, 100 ഐലൻഡുകൾ ചേർന്ന മാലിദ്വീപിൽ പോലും എത്ര പ്രാവശ്യമാണ് ഭരണഘടന അട്ടിമറി നടന്നത്? നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ രാജ്യത്ത് ഇന്നേ വരെ നമ്മുടെ ഭരണഘടന അട്ടിമറിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും കോടതികൾ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, ഭരണത്തിൽ തലയിടാൻ കഴിഞ്ഞിട്ടില്ല, പട്ടാളത്തിന് ഭരണത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതാണ് ഈ രാജ്യത്തിന്റെ മഹത്വം. ഈ രാജ്യത്തിന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നൽകിയ ഈ മഹത്തായ ഭരണഘടനയുടെ നേട്ടം അതാണ്, മേന്മയതാണ്. പക്ഷെ ഇപ്പോൾ അധികാരത്തിൽ വന്നവർ പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കുഴപ്പത്തിനും കാരണം ഈ ഭരണഘടനയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ കുഴപ്പത്തിനും കാരണം ഈ ഭരണഘടനയാണ് എന്ന് വെച്ചാൽ അവര് വിചാരിക്കുന്ന ഹിന്ദു രാഷ്ട്രം ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ വില പോകില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ ഭരണഘടനയാണ്, ഇത് പൊളിച്ചെഴുതണമെന്നാണ് ആര് പറയുന്നത്? ഈ ഭരണത്തിൽ വന്നവർ പറയുന്നത്. ഈ ഭരണത്തിൽ ഇരിക്കുന്നവരും ഭരണത്തെ നിയന്ത്രിക്കുന്നവരും പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭരണഘടനയാണ്, ഇത് പൊളിച്ചെഴുതണമെന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹിന്ദു രാഷ്ട്രം ഈ രാജ്യത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി, തീവ്ര ഹിന്ദുത്വം നടപ്പാക്കാൻ വേണ്ടി ഈ ഭരണഘടന ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനയിലെ ഓരോരോ ആർട്ടിക്കിളുകൾ, അനുച്ഛേദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവരെ ഏത് വിധേനയും പീഡിപ്പിക്കാവുന്ന തരത്തിൽ നിയമത്തിൽ മാറ്റങ്ങൾ, ഭരണഘടനയുടെ പല ആർട്ടിക്കിളും അമെൻഡ് ചെയ്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തും നരേന്ദ്രമോദി അധികാരത്തും 1 വർഷത്തിനിടയിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അമെൻഡ് ചെയ്തു, ആ ആക്ട് അമെൻഡ് ചെയ്തു. ഈ രാജ്യത്ത് മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് NIA അമെൻമെന്റ് കൊണ്ടുവന്നത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ അമെൻമെന്റ് കൊണ്ടുവന്നത്. ആർക്കെതിരായിട്ടാണ്? ഈ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് UAPA കൊണ്ടുവന്നു. ആ UAPA, നിലവിലുള്ള UAPA നിയമത്തിൽ വീണ്ടും ഭേദഗതി കൊണ്ടുവന്നിട്ട് ആരെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, ആരെ ഉദ്ദേശിച്ചാണ് UAPA മാറ്റം വരുത്തിയത്? അതും മുസ്ലിങ്ങളെ ഉപേക്ഷിച്ച്. മുത്തലാഖ് കൊണ്ടുവന്നു. ആർക്കെതിരായിട്ടാണ്? അതും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിച്ചാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ. ജമ്മു കാശ്മീരിൽ ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും എടുത്തു കളഞ്ഞിരിക്കുന്ന ആരാണ്? ആർക്കെതിരായിട്ടാണ്? മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ്. ജമ്മു കാശ്മീരിലെ ഭൂരിപക്ഷ ജനവിഭാഗമായ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ നിയമം CAA, നമ്മുടെ ഭരണഘടന ആമുഖം വ്യക്തമായി പറയുന്നു. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ അത് വ്യക്തമായി പറയുന്നു. ആർട്ടിക്കിൾ 14, 15 വളരെ വ്യക്തമായി പറയുന്നു.
അപ്പോൾ ഇപ്പോൾ പാസ്സാക്കിയ ഈ പൗരത്വ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയുടെ 15, 16 ആർട്ടിക്കിൾ 14, 15 വളരെ വ്യക്തമായി പറയുന്ന ആർട്ടിക്കിൾ അനുച്ഛേദത്തിനെതിരായിട്ടാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് എതിരായി ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ മാറ്റിക്കൊഴിക്കുന്നു. പാർലമെന്റിലുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ലോക്സഭയിൽ അവർക്കുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ നിയമങ്ങളെല്ലാം മാറ്റിമറിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി അവർ നിയമങ്ങൾ പാസ്സാക്കുന്നത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിലും അവരവിടെ മാനേജ് ചെയ്യുന്നു. കാരണം എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് അറിയോ? രാജ്യസഭയിൽ ഭരിക്കുന്നവർക്ക് ഭൂരിപക്ഷമില്ല, പക്ഷേ അവിടെ കൊച്ചു കൊച്ചു പാർട്ടികളുണ്ട്, പ്രാദേശിക പാർട്ടികളും അതുപോലെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികളുണ്ട്. ഇവരോട് ചോദിക്കും, അമിത്ഷാ ചോദിക്കും, നാളെ പൗരത്വ നിയമം വരുന്നു, അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ തിഹാർ ജയിലിൽ കിടക്കണമോ, അതെ 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 ചിദംബരം കിടന്ന പോലെ കിടക്കണമോ, അല്ലെങ്കിൽ DK ശിവകുമാറിന് കിടന്ന പോലെ കിടക്കണമോ, അത് പുറത്ത് കിടക്കണോ, ഏതാ വേണ്ടത് തീരുമാനിച്ചോളാം. കാരണം എന്താണ്? അമിത്ഷാ പറഞ്ഞ് അതിന് അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ ആരാധ്യ ചെല്ലും, CBI ചെല്ലും, പിന്നെ ഇൻകം ടാക്സ് ചെല്ലും, പിന്നെ എൻഫോഴ്സ്മെന്റ് ചെല്ലും. അപ്പൊ നമ്മുടെ രാജ്യത്തെ നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കേണ്ട സ്വതന്ത്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് BJPക്കെതിരെ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ, BJPക്കെതിരായി വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ, അതിന്റെ നേതാക്കളെ പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള അന്വേഷണം നടത്തി അവരിൽ കുറ്റം ഉണ്ടാക്കി, ഇല്ലാത്ത കുറ്റം FIR ഉണ്ടാക്കി അകത്തിന്. ചിദംബരത്തിന്റെ പേരിൽ എന്താണ് കുറ്റം? ഇന്നേ വരെ കോടതി തന്നെ പറഞ്ഞു ഒരു ശരിയായ FIR പോലും കണ്ടെത്താൻ കഴിയാതെ ആണ് ചിദംബരത്തിന് 100 ദിവസം. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും ഒരുമാതിരിപ്പെട്ട കൊച്ചു കൊച്ചു പാർട്ടികൾക്ക് ഇപ്പോ ലോക്സഭയില് നിങ്ങൾ കണ്ടില്ലേ, ലോക്സഭയിൽ ആന്ധ്രയിലെ ജഗ്മോഹന്റെ പാർട്ടി, ജഗമോഹൻ YSRCP പാർട്ടി ലോക്സഭയിലും രാജ്യസഭയിലും പൗരത്വ നിയമത്തെ അനുകൂലിച്ചു. ഇപ്പൊ പറയുന്നു ഈ പൗരത്വ നിയമം റദ്ദാക്കണമെന്ന് അവര് പറയാ. അതാ ലോക്സഭയിലും രാജ്യസഭയിലും പേടിച്ച് അമിത്ഷായുടെ വിരട്ടോടുകൂടി പേടിച്ച് വോട്ട് ചെയ്തവര് പുറത്തു വന്നിട്ട് പറയുന്നത് പൗരത്വ നിയമം തെറ്റാണ്, അത് ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ JDS, അയ്യോ തെറ്റിപ്പോ ഒരുപാട് JDS ഉണ്ട്, JDU, നിതീഷ് കുമാറിന്റെ JDU പാർലമെന്റ് അനുകൂലിച്ച് വോട്ട് ചെയ്താണ്. ഇപ്പൊ നിതീഷ് കുമാർ പറയുന്നു NPR-ഉം NRC-യും വേണ്ട, അത് ബീഹാറിൽ നടപ്പാക്കത്തില്ല. വോട്ട് ചെയ്ത് പൗരത്വ നിയമത്തിനായി വോട്ട് ചെയ്ത നിതീഷ് കുമാറും കാര്യം മനസ്സിലാക്കിയപ്പോ ഇപ്പോ കാലുമാറി. അതുപോലെ TDP, ADMK, അതുപോലെ കൊച്ചു കൊച്ചു TRS, ആരാ ചന്ദ്രശേഖർ റാവുവിന്റെ ഇവരെല്ലാം ഇപ്പൊ നിലപാട് മാറ്റിയിരിക്കുക. ലോക്സഭയില് രാജ്യസഭയിലും അമിത്ഷായുടെ CBI-യെയും ഇൻകം ടാക്സിനെയൊക്കെ കാണിച്ച്, മന്ത്രിമാരായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നവരൊക്കെ ആണല്ലോ അവര്, ചില ഫയലുകളിലൊക്കെ ഒപ്പിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായി. ഈ ഫയലുകളെല്ലാം അവരെ കയ്യിലിരിക്കും. ഇത് കാണിച്ചാ പേടിക്കുന്നത്, ഇത് അകത്ത് പോകണമോ, അതാ ഇങ്ങനെയാണ് ഫയല്, ഇതില് എങ്ങനെ വേണോ കേസ് എടുക്കാം, അകത്ത് പോകണമോ, തിഹാർ ജയിലില് വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കണമോ, അത് തിഹാർ ജയിലിലെ ആഹാരം കഴിക്കണമോ, ഏതാണ് രുചിയുള്ളതെന്ന് ഇപ്പൊ ആലോചിച്ചോളാൻ പറയും. എന്താ പറയുന്നത്? ഈ ഭാഷയിലാ പറയുന്നത്, ആലോചിച്ച് നോക്കണം. അങ്ങനെ ഓരോ തങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ പോലും ഈ രാജ്യത്തെ ചെറിയ പാർട്ടികൾ, ആ പാർട്ടികളിലെ നേതാക്കന്മാരെ പോലും വിരട്ടി ഭീഷണിപ്പെടുത്തിയുമാണ് നിയമം പാസ്സാക്കി. ഇന്നെന്താ രാംനാഥ് കോവിന്ദ് ഇതൊന്നും വായിച്ചു നോക്കിയവരുമില്ല. ഇയാൾ അങ്ങോട്ട് ഈ സാധനം അങ്ങോട്ട് ചെന്നു, സാധാരണ രാഷ്ട്രപതി നിയമോപദേശം ചോദിക്കും, ഇതൊന്ന് വായിച്ചു നോക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി ഭവനിലെ നിയമോപദേശകരെ കൊണ്ടൊക്കെ ചോദിച്ചൊക്കെ വായിക്കും, ഭരണഘടനമാണോ ഇത് പാസ്, ഇതൊന്നും ചോദിക്കാതെ ഇയാൾ കാത്തിരിക്കുകയായിരുന്നു വരാൻ. രാംനാഥ് കോവിന്ദ് കാത്തിരിക്കുകയായിരുന്നു ഈ സാധനം ഇങ്ങോട്ട് വരാൻ, ഉടനെ ഒപ്പിട്ട് ഇത് നിയമമാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കോവിന്ദിനെയാണ് അവിടെ വെച്ചിരിക്കുന്നത്, റബ്ബർ സ്റ്റാമ്പ് രാഷ്ട്രപതി, ഒരു കോവിന്ദ്, രാംനാഥ് കോവിന്ദ്. അയാൾ ഒരു പട്ടികജാതിക്കാരനായി പോയാൽ ഞങ്ങൾക്ക് വിഷമം. കാരണം മഹാനായ നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറാണ്. ഇന്ത്യയിലെ ഓരോ ദളിതനും അഭിമാനപൂർവ്വം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നേതാവാണ്. ദളിതർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവര് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ. അദ്ദേഹമായിരുന്നു ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന എവിടെ പ്രസംഗിച്ചാലും പട്ടികജാതിക്കാരായി ഞങ്ങള് ഊറ്റം കൊള്ളുന്നത്
ഞങ്ങള് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഞങ്ങള് ഊറ്റം കൊള്ളുന്നത് എന്താണ്? ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ, ദളിതനായ അംബേദ്കർ എഴുതിയ ഭരണഘടന എന്നാണ്, അല്ലേ? ഇങ്ങനെ പോയാൽ BJP ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ എല്ലാ അനുച്ഛേദങ്ങളും എല്ലാ ആർട്ടിക്കിളും ഒക്കെ മാറ്റിക്കൊണ്ടിരുന്ന പിന്നെ അംബേദ്കറുടെ ഭരണഘടന എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിംസിന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, മഹാനായ അംബേദ്കർ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന്റെ, കീഴാള വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി പടവെട്ടിയ പണ്ഡിതനായ, നിയമപണ്ഡിതനായ, ഇന്ത്യയുടെ നിയമമന്ത്രി വരെ ആയ ഒരു ദളിതനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയുടെ അന്തസത്ത ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ സാറേ? അപ്പൊ ഇത് ഒരു വശത്ത് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ മറുവശത്ത് ദളിതർ അഭിമാനപൂർവ്വം അഭിമാനം കൊള്ളുന്ന ഭരണഘടനയുടെ ആ അന്തസത്ത അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, നാഗ്പൂരിൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ ഈ പൗരത്വ നിയമം പാസാക്കിയ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനം നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം എന്താണ്? നേരത്തെ ഇവിടെ ശ്രീ ചിറ്റയം ഗോകുമാർ പറഞ്ഞതുപോലെ ഇത് എതിരായി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മാത്രം നടത്തുന്ന ഒരു പ്രക്ഷോഭമല്ല. ഈ പൗരത്വ നിയമത്തിനെതിരായി ഇന്ത്യമ്പാടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന കലാപത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. ഈ രാജ്യത്താകമാനം നടക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? ന്യൂനപക്ഷങ്ങൾ മാത്രമാണോ? അല്ല. ഈ രാജ്യത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഐക്യത്തിലും ഈ രാജ്യത്തിന്റെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ത്യക്കാർ, ഭാരതീയ, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇന്ത്യയെ കുറിച്ച് എന്ത് മതിപ്പാണ് ഉള്ളത്? ഇസ്ലാമിക രാജ്യങ്ങളിലും ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മതേതരത്വത്തെ കുറിച്ച്, നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച്, നമ്മുടെ മതമൈത്രിയെ കുറിച്ച്, നമ്മുടെ മത സൗഹാർദ്ദത്തെ കുറിച്ച് എത്ര മതിപ്പാണുള്ളത്? ഇതോടുകൂടി തകർന്നില്ലേ? വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലെ പാർലമെന്റുകളിലൊക്കെ തന്നെ ഇന്ത്യക്കെതിരായി അവിടെ നടക്കുന്ന വംശഹത്യക്കെതിരായി, അല്ല മനുഷ്യാവകാശ ലംഘനത്തിനെതിരായി, മതന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരായി എന്തെല്ലാം വാർത്തകളാണ്, ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകളാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നടക്കുന്നത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നില്ലേ? വിദേശ രാജ്യങ്ങളിലെ പല പാർലമെന്റുകളിലും, പല രാജ്യങ്ങളുടെ പാർലമെന്റുകളിലും ചർച്ചാ വിഷയമാണ്. മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങളെല്ലാം ചർച്ചാ വിഷയമാണ്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 20 ദിവസവും ലോകം ചുറ്റുന്ന നരേന്ദ്രമോദി ഇപ്പൊ എങ്ങും പോകാൻ പറ്റുന്നില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഈ ഒരു മാസം ഗ്യാപ്പിനിടെ ഒരു 6-7 രാഷ്ട്രങ്ങളെങ്കിലും സന്ദർശിക്കുന്ന ആളാണ് നരേന്ദ്രമോദി, അല്ലേ? പഴയകാല ചരിത്രം ഇപ്പോഴോ ഒരു രാജ്യത്തിൽ നരേന്ദ്രമോദിക്ക് പോകാൻ പറ്റുന്നില്ല, ആരും വിളിക്കുന്നില്ല, ആരും നരേന്ദ്രമോദിയെ വേണ്ടെന്ന് പറയുക. പക്ഷെ ഈ പൗരത്വ നിയമം പാസ്സാക്കിയതിനു ശേഷം നരേന്ദ്രമോദിക്ക് ഒരു രാജ്യത്തോട്ട് പോകാൻ കഴിയുന്നില്ല, ഒരു രാഷ്ട്രവും നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നില്ല, ആവശ്യപ്പെട്ടാൽ പോലും ഇപ്പൊ വരണ്ടെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുക. വിദേശ രാജ്യങ്ങളിൽ പോലും, നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ, അവിടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വിവേചനമുണ്ടോ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വല്ല കേസോ കുഴപ്പം കാണിച്ചാൽ പിടിച്ച് ജയിലിടുന്നതിനപ്പുറമായി അവിടെ എന്തെങ്കിലും വിവേചനമോ അവഗണനയുണ്ടോ? നമ്മുടെ എത്ര ലക്ഷം കുടുംബങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ, ക്രൈസ്തവ മേധാവിത്വമുള്ള രാജ്യങ്ങളിലും ഇസ്ലാം മേധാവിത്വമുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നത്? അപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം പാസാക്കി ഏതെങ്കിലും ഒരു മതത്തിന് വിധേയമാകുന്ന, ഏതെങ്കിലും ഒരു മതത്തിന്റെ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്ന, ഇതര മതങ്ങളെ വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യക്ക് മാറാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് തീരുമാനിക്കാമായിരുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാകാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി. അത് തീരുമാനിച്ചില്ലല്ലോ. എന്തുകൊണ്ട്? അവർക്കറിയാമായിരുന്നു ഇന്ത്യയെ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ
അതിർവരമ്പുക്കുള്ളിൽ കെട്ടിയിട്ടാൽ ഇന്ത്യ നിലനിൽക്കുകയില്ല, ഇന്ത്യ വളരുകയില്ല. ഇന്ത്യയിൽ ജനങ്ങൾ, ഇന്ത്യക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇന്ത്യയിലെ ജനങ്ങൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും, മതത്തിന്റെ പേരുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അതിർവരമ്പുകളിൽ അകപ്പെട്ടാൽ ഇന്ത്യ നിലനിൽക്കില്ലെന്ന് നന്നായി അറിയാം. ഇന്ന് നമ്മുടെ പൂർവികന്മാർ, മഹാത്മജി സ്വപ്നം കണ്ട, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടിത്തറയിട്ട ഈ രാജ്യത്ത് ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ സൃഷ്ടിച്ച് ജനങ്ങളെ വിവിധ തട്ടുകളിലാക്കി ഈ രാജ്യത്തിന്റെ പൈതൃകം, പാരമ്പര്യം നഷ്ടമാക്കി നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പിച്ചു ചീന്തി ഈ രാജ്യത്തെ ആകെ കലാപത്തിലേക്ക് നയിക്കുക. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് നടക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. എന്തിനു വേണ്ടിയാണ് ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം? ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ, ജനിച്ച മണ്ണിൽ മരിക്കുവാൻ വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഇത് പരാജയപ്പെടുകയില്ല. ഇത് ഒരിക്കലും വെച്ചകാൽ പിന്നോട്ട് പോകില്ല. ഈ പ്രക്ഷോഭം ഒരിക്കലും പരാജയപ്പെടുകയില്ല, യാതൊരു സംശയവുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ നാം വഹിച്ച പങ്കെന്താണ്? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ ബ്രിട്ടീഷുകാരനോട് അവന്റെ തോക്കിന് മുന്നിൽ, ലാത്തിക്ക് മുന്നിൽ പെരുമാറ് കാട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരുന്നുവെങ്കിൽ, നാം സ്വാതന്ത്ര്യം നേടിയെടുത്തുവെങ്കിൽ, ഈ പൗരത്വ നിയമം ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിനെതിരാണ്, നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ്, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ, അടിച്ചമർത്താൻ, കണ്ടില്ലെന്ന് അടിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കാവില്ല, യാതൊരു സംശയമില്ല. ലോക ചരിത്രത്തിൽ ഹിറ്റ്ലറിന്റെ അവസ്ഥ, മുസോളിന്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങൾ, ഇത് മുസ്ലിമിന്റെ പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരും പാഴ്സിയും ജൂതനും എല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നിലനിൽപ്പ് ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന മുഴുവൻ ആളുകളും, അത് സാധാരണക്കാർ, കൃഷിക്കാർ, ഇടത്തരക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, അഭിഭാഷകർ, ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള എല്ലാവരും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ രാജ്യം ഇതേപടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഭാരതീയന്റെയും ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അന്തിമമായ വിജയം നമുക്ക് തന്നെ ആയിരിക്കും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കും. ഭരണത്തിന്റെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, പട്ടാളത്തെ ഉപയോഗിച്ചൊക്കെ അടിച്ചമർത്താമെന്നാണ് നരേന്ദ്രമോദി, അമിത്ഷായും കരുതുന്നതെങ്കിൽ, പാർലമെന്റിലുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്തുമാകാമെന്ന തോന്നലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും അറിയാവുന്ന ജനങ്ങൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഓർപ്പിക്കാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുക. ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ, മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും അണിചേർന്നുകൊണ്ട് കാരാളിമുക്കൽ പ്രകടനത്തോടുകൂടി, റാലിയോടുകൂടി നടത്തുന്ന ഈ പൗരസമിതി അല്ലെങ്കിൽ നടത്തുന്ന സമ്മേളനം, ഈ പൗരത്വ പ്രശ്നത്തിൽ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന ഈ സമ്മേളനം സംഘടിപ്പിച്ച നിങ്ങളെ ഞാൻ, സംഘാടകരെ, നിങ്ങളുടെ ലോക്സഭാ ഗവർണറെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം, ഈ പ്രതിഷേധ സംഗമം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.